തെറ്റ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി വേറെ വഴിയില്ല. ഒരു ഗതിയില്ലാതെ വന്നപ്പോ ജീവിക്കാൻ വേണ്ടി കളിച്ച കളിയാണ് കുട്ടി ഇതൊക്കെ. പക്ഷേ കരയണ്ട. ഇനിയിപ്പോ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളാവും കൂടുതൽ ദുഃഖം. എന്ത് പറ്റി മോളെ? അവര് പോയതുകൊണ്ടാണോ? പറയൂ, എന്ത് പറ്റി? തമ്പുരാട്ടി, തമ്പുരാട്ടി എന്നോട് ക്ഷമിക്കണം. ഞാൻ രഞ്ജിനി വർമ്മയല്ല. എന്താ കുട്ടി പറയുന്നേ? എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് സെന്റ് ഫിലോമിനാസ് ഓർഫനേജിലെ മദർ നിർമ്മല ഏതോ ഒരു സ്ത്രീയിൽ നിന്നും 2 കൈയും നീട്ടി ഏറ്റുവാങ്ങിയ ശാപമാണ് ഞാൻ. പിന്നീട് വളർന്നു വലുതായപ്പോ ഒരൊറ്റ സ്നേഹത്തിന് വേണ്ടി മനസ്സ് തേങ്ങി വാത്സല്യത്തോടെയുള്ള മോളെ എന്ന വിളി കേൾക്കാൻ ഞാൻ തെറ്റുകാരിയാണ്. മനസ്സുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട്. മോളെ, നീ എന്റെ മോള. എനിക്ക് നഷ്ടപ്പെട്ടു പോയി സേതുലക്ഷ്മി. ഇനി എനിക്ക് നീയാണ്. നീ എന്റെ മോള, എന്റെ മോള. ഇറങ്ങി വാടാ. അതിന്റെ മോനെ നിന്നെ കൊട്ടാരത്തിലെ തമ്പുരാനാക്കടാ. എന്നെ വിടാ വിഷയേ. ഈ തെണ്ടിയുടെ അടുത്ത് 4 വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് കള്ളു കുടിച്ചത്. വേണ്ട, യു ആർ ക്രിമിനൽ. അയാൾ ആരെ നമുക്കെന്താ? നിന്നോട് ചുമ്മാതിരിക്കാനാണ് പറഞ്ഞത്. ഇറങ്ങി വാടാ. എടാ കോപ്പേ, കൊട്ടാരത്തിൽ ഒരു ചില്ലി കാശ് ഞങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഞങ്ങൾ തീറ്റിക്കത്തൂല. ഇനി മുതൽ അവരുടെ സ്വത്തിനും ജീവനൊക്കെ ഞങ്ങൾ കാവലുണ്ടാവും. ഇങ്ങോട്ട് വാടാ. ഇറ്റ്സ് എ ചലഞ്ച്. നടക്കാനല്ലേ പറഞ്ഞത്? ചലഞ്ച് അല്ല, തമ്പുരാന്റെ സ്വത്തിന് കാവൽക്കാരനാകാൻ നീ ആരാ? അയാളുടെ പെങ്ങടെ നായരോ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ വലിയ മനുഷ്യനോട് ചെയ്ത ഒരു തെറ്റ് തന്നെയാ. ഇനി അതിനുള്ള പ്രായശ്ചിത്തം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എവിടുന്ന് കിട്ടി ഇപ്പോഴീ സന്മാർഗ ചിന്തയൊക്കെ? മഞ്ഞ തുണിയും ചുറ്റി സംഗീതം കണ്ടുപിടിച്ച കുടുംബത്തിലാണെന്നൊക്കെ പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് വലിഞ്ഞേറി വന്നത് തമ്പുരാനെ വഹിക്കാനായിരുന്നല്ലോ. അവര് നമുക്ക് തന്ന സ്നേഹവും കോർക്കും. സ്നേഹം എന്തോ സ്നേഹം. എന്തായാലും വെറും കൈയോടെ മടങ്ങുന്ന പ്രശ്നമില്ല. തമ്പുരാന്റെ ഒരുപാട് പണമുണ്ട്. അതിൽ കുറച്ച് കൈക്കലാക്കാൻ നമുക്ക് ഏത് വഴിക്കും ശ്രമിക്കാം. ബഷീറേ, മതി, വാചോടിയൊന്നും വേണ്ട. ഇനി കുങ്കുമോത്സവത്തിന് ലക്ഷ്മി വിളക്ക് കൊളുത്തുന്ന ആ പെണ്ണാണെങ്കിൽ അവളെ അവര് ദത്തെടുത്തു എന്നർത്ഥം. ഞങ്ങള് ചില തീരുമാനിച്ചിട്ടുണ്ട് അവളെ തട്ടിക്കൊണ്ടുപോവാൻ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇഷ്ടമുണ്ടെ കൂടെ വന്നാ മതി. പറ ജിമ്മി. ബഷീറേ വിടറാ. ജിമ്മി വിടറാ. നമോസ്തു നാളീക നിദാനനായേ, നമോസ്തു ദുഗ്ധോദധി ജന്മഭൂത്യൈ, നമോസ്തു സോമാമൃത സോദരായൈ, നമോസ്തു നാരായണ വല്ലഭായൈ. വാനോളം തിരിനീളും ദീപമുണ്ടേ, വഴിയോരം മുഴുനീളെ പന്തലുണ്ടേ,
പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ഷർട്ട് വിട്ട് കാര്യം പറ. എന്റെ ഇടത്തെ പോക്കറ്റിലുണ്ട്. ബഷീർ എന്റെ അടുത്ത് നമ്പർ എടുക്കരുത്. എവിടെ? അപ്പൊ നീ അറിഞ്ഞു അല്ലേ? സത്യമാ, അവള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ വേണ്ടപ്പെട്ടൊരു ചോദിക്കുമ്പോ ഞങ്ങൾ കൊടുത്തോളാം. ഓക്കെ? അതെ, അവര് തന്നെയാ, സംശയിക്കാൻ ഒന്നുമില്ല. തമ്പുരാനായി SI വിളിച്ച് വിവരം പറയണം. ആ, എന്തെങ്കിലും വിവരം കിട്ടിയോ? നീ സമാധാനായിരിക്കെ, അവൾക്കൊന്നും സംഭവിക്കില്ല. എന്റെ തൃപ്പത്തൂർ ഭഗവതി, എന്റെ മോൾക്കൊന്നും വരുത്തരുതേ. നില്ലടാ എങ്കടാ அந்த பொண்ணு? എങ്ക? എനിക്കറിയില്ല സാർ. പോയി சொல்றது மட்டும் எனக்கு பிடிக்காது பிடிக்காது பிடிக்காது. സത്യമായിട്ട് എനിക്ക് தெரியாது സാർ. உனக்கு தெரியாதா? உனக்கு தெரியாதா? അറിയോ സാർ? திருட்டு பசங்க எங்கடாவா? அந்த பொண்ணுங்க சொல்லா? சொல்ல மாட்டையா? ബഷീറെ, രാജശേഖരവർമ്മയല്ലേ? അതെ. ശ്രദ്ധിച്ചു കേൾക്ക്. 5 ലക്ഷം രൂപയുമായി ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് നിങ്ങൾ തനിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആരാണ്? ആരാണെന്ന് ചോദിക്കുന്നു. രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയട്ടെ. സിനിമാ പേര് പറഞ്ഞ് കളിക്കാനുള്ള സമയമല്ലത്. ഇങ്ങതാ തമ്പുരാൻ, ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ഹിൽ ടോപ്പ് വാലി എസ്റ്റേറ്റ് റോഡിലുള്ള വിക്ടോറിയ ബംഗ്ലാവിൽ നിങ്ങൾ 5 ലക്ഷം രൂപയുമായി എത്തുക. നിങ്ങൾ തനിച്ചായിരിക്കണം. ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ പോലീസിൽ വിവരമറിയിച്ച് ഞങ്ങളെ പിടികൂടാമെന്നുള്ള ബുദ്ധി വേണ്ട. മകളുടെ ശവമായിരിക്കും കാണുക, ഡെഡ് ബോഡി. ആരാ? കാര്യമില്ല, ഒറ്റയ്ക്ക. നമ്മൾ പ്ലാൻ ചെയ്ത ഓപ്പറേഷൻസ് എല്ലാം ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. അത് തിരുമോന്ത മൂട്. പറഞ്ഞ തുക മുഴുവനും ഉണ്ടല്ലോ? ഉണ്ട്. കമോൺ കമോൺ. നിങ്ങൾ ആവശ്യപ്പെട്ട പണം ഇതിലുണ്ട്. എന്റെ മകളെവിടെ? കാണിച്ചത്. എന്റെ പൊന്നു തമ്പുരാനെ, മോള് ഞങ്ങളുടെ കസ്റ്റഡിയിലില്ല. കാശിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. മോളെ വേണേ വേറെ അന്വേഷിക്ക്. വിശ്വാസം ഞങ്ങളുടെ മുഖംമൂടി മാറ്റി നമ്മളാണെന്ന്. ഓ, ലൈറ്റ് ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യ്. നോക്കട്ടെ. മുഖംമൂടി മാറ്റല്ലടാ ബഷീറെ. അയ്യോ, പേര് പറയല്ലടാ ജിമ്മി. ഓ, വെട്ടിമാറ്റി വെട്ടിമാറ്റി. இங்க வாடா, இங்க வா. கிடைச்சாச்சு சார், கிடைச்சாச்சு. இவன் தான் உங்க பொண்ணை கிட்னாப் பண்ணியது. இவனே தான். ஆமா. ഇല്ല ഇല്ല തമ്പുരാനെ, ഞാനല്ല. എനിക്ക് പരാതിയില്ല. அது எப்படி சார்? என்ன சார் இந்த மாதிரி எல்லாம்?
நீங்க தான் என்கிட்ட கம்ப்ளைண்ட் பண்ணினது. இப்ப நீங்களே சொல்றது கம்ப்ளைண்டே கிடையாதுன்னு. என்ன சார் இதெல்லாம்? எனக்கு என்ன, அப்புறமா பார்க்கலாம். பாயா. അല്ല നമ്പരല്ല, ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല. ആ ജിമ്മിയും ബഷീറും അല്ല, അവരല്ല. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ചിലതെല്ലാം തിരിച്ചു കിട്ടിയെന്ന് ഞാൻ ആശ്വസിച്ചു. ഇപ്പൊ വീണ്ടും എനിക്കെന്റെ മകൾ നഷ്ടപ്പെട്ടു. ഒരപേക്ഷയുണ്ട്, അവളെ കണ്ടുപിടിക്കാൻ പവിത്രൻ എന്നെ സഹായിക്കണം. ഞാനും എന്റെ ലക്ഷ്മിയും തന്ന സ്നേഹത്തിന്റെ ഒരു അംശം ഞാനിപ്പോ തിരിച്ചു ചോദിക്കുകയാണ്.
പവിത്ര, നിനക്കെന്നെ കൊല്ലണം. യു ട്രൈ മാൻ. ഇങ്ങോട്ട് വാ, വാ. നീ പോയി തമ്പുരാനെ രക്ഷിക്ക്. ഇവരെ ഞങ്ങൾ കൊണ്ടുപോവാം. ധർമ്മരാജ്, Come with me. Ooh!